ഹായ്. നമ്മുടെ എ സി സർവീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ കൂളിംഗ് കുറവാണെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് നമ്മൾ എ സി ചെക്ക് ചെയ്യും. അപ്പോൾ അവർ ചെക്ക് ചെയ്ത സമയത്ത് എ സിയുടെ ഗ്യാസ് കുറവാണെന്ന് പറഞ്ഞാൽ സാധാരണ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ കയ്യിലുള്ള ഗ്യാസ് ഏതാണെന്ന് വെച്ചാൽ അത് എടുത്ത് അടിക്കുകയാണ്. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. നമ്മുടെ ഓരോ എ സിക്കും അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ കമ്പനിക്കും ഓരോ ബ്രാൻഡിനും പ്രത്യേകം എ സി ഗ്യാസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഇപ്പോൾ ഉയർന്ന നിലവാരമുള്ള എ സിക്കൊക്കെ നല്ല ഗ്യാസ് ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ R32 പോലുള്ള ഗ്യാസൊക്കെയാണ്. പിന്നെ R410 എന്ന് പറയുന്ന ഗ്യാസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ടാറ്റ വോൾട്ടാസ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് ഇതിൽ. ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം OS.ai കയറിയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഗ്യാസാണെന്നുള്ളത് പറഞ്ഞു തരും. ഇനി ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ChatGPT ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇന്ന ബ്രാൻഡിന് ഏത് ഗ്യാസാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈ എഫിഷ്യൻസി ആയിരിക്കും. കൂളിംഗ് എഫിഷ്യൻസി കൂടും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലും കുറയും. പിന്നെ ഇത് ഇൻ കേസ് ഇത് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉള്ള മെഷീനാണോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂമിലെ എയറിലൊക്കെ ആയിരിക്കും ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ഒന്നും വരാതിരിക്കാനുള്ള നിലവാരം കൂടിയ ഗ്യാസുകൾ ആണ് ഇപ്പോൾ ഗവൺമെൻറ്റും കമ്പനികളും റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ഗ്യാസ് തന്നെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്.